ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വൈജയന്തി ഡോക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പല പല കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ആദ്യത്തെ ഹൃദയം മരിച്ചുപോയി, അപ്പോൾ ഇത് രണ്ടാമത്തെ ഹൃദയമാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റേതായ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകണം, പുള്ളിക്കാരെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറയുകയാണ്. പിന്നെ വൈജയന്തി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്, എടുത്തടിച്ചാണൊക്കെ പറയും, അതേ ഉള്ളിലൊതുക്കി വെക്കുന്ന ആളാണ്. ഞാൻ ഒരാളുടെ മുഖത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും, അതാണ് എൻ്റെ സ്വഭാവം എന്ന് പറയുകയാണ്. അപ്പോൾ അത് ഇനി ബാലചന്ദ്രനോട് വേണ്ട, അപ്പോൾ കുറച്ചൊക്കെ അതിലൊന്ന് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെക്കുക, തൽക്കാലം എടുത്തടിച്ച് പറയരുത്, അത് ബാലചന്ദ്രനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈജയന്തിയായിട്ട് എന്തോ ചില ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ ഡോക്ടർ ഉപദേശം കൊടുക്കുകയാണ്. സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് ബാലചന്ദ്രൻ്റെ ഹെൽത്താണ് മുഖ്യം, അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്ന് പറയുകയാണ്. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് വരേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ചാർജ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ടെന്നും അപ്പോൾ 2 ആഴ്ച ഫുൾ റെസ്റ്റ് വേണമെന്നൊക്കെ പറയുകയാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജായി ബാലചന്ദ്രനും കൃഷ്ണജ മോളും മനുവായിട്ട് ഒരു കാറിൽ വരികയാണ്. മറ്റു കാറിൽ വൈജയന്തിയും 2 മക്കളും ബബിതയും രോഹിത്തും മറ്റു കാറിലാണ് വരുന്നത്. അപ്പോൾ കാറിലിരിക്കുമ്പോൾ കൃഷ്ണജ ചോദിക്കുകയാണ്, ഇതെന്താ ആരും ഒന്നും ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയുന്നത്, നീ തുടങ്ങി വേടി, ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറയച്ചാൽ. അപ്പോൾ ഞാൻ ഇനി ഇതെൻ്റെ 2ാം ജന്മമാണല്ലോ, അതെങ്ങനെ തുടങ്ങണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു പറയുകയാണ്, അങ്കിളെ ആദ്യത്തെ ജന്മത്തെ കുറച്ച് ബാലൻസ് അല്ല, അവിടം വെച്ചൊരു പിടിക്കുക എന്നൊക്കെ കളിയാക്കി പറയുകയാണ്. അങ്ങനെയല്ല മനു, ഇനി പല കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, എൻ്റെ കുടുംബം ആകെപ്പാടെ ഉലഞ്ഞു കിടക്കുകയാണ്, എല്ലാം എനിക്കൊന്ന് ശരിയാക്കി എടുക്കണമെന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലെത്തുകയാണ്. അങ്ങനെ കാറിൻ്റെ ഡോറ് തുറന്ന് കുറച്ച് നേരം വീട് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ താൻ മരണപ്പെടുമെന്ന് കരുതിയുള്ള ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് താൻ കടന്നു പോയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് താൻ സുഖപ്പെട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്നിട്ട് നടന്ന് അകത്തോട്ട് ചെല്ലുന്ന സമയത്ത് അലീന വന്ന് കതക് തുറക്കുകയാണ്. പുഞ്ചിരിയോടുകൂടി അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ജസ്റ്റ് ചിരിച്ച ശേഷം അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ രോഹിത്തും ബബിതയും വൈജയന്തിക്ക് നിൽക്കുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് ഒട്ടും പോരാ, കാരണം അലീന വന്ന് കതക് തുറന്നത് വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ബാലചന്ദ്രന് കൃഷ്ണജയൊക്കെ പോയ ശേഷം അലീനയോട് വന്ന് പറയുകയാണ്, നീ ഇന്ന് തന്നെ പൊയ്ക്കോ, നീ ഇനി ബാലചന്ദ്രൻ വന്നല്ലോ പറഞ്ഞിട്ട് പൊയ്ക്കോ എന്ന് പറയും. ഞാൻ ഇന്നാണെങ്കിലും പോകാൻ റെഡിയാണ് മാഡം എന്ന് അലീനയും പറയുകയാണ്. അപ്പോൾ അതിനുശേഷം കൃഷ്ണരെ പതുക്കെ പിടിച്ച് ബാലചന്ദ്രൻ്റെ വൈജയന്തിയുടെ റൂമിലോട്ട് കൊണ്ടാക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഡോറ് തുറന്ന ശേഷം അവിടുത്തെ കാഴ്ചകളെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ താനും തന്നെ ചതിച്ച ഭാര്യയും ജീവിച്ച റൂമാണ് എന്നുള്ളൊരു കുറ്റബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടലെടുത്ത് വരികയാണ്. അപ്പോൾ അതെല്ലാം സഹിച്ചിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ ഈ മുറിയിൽ കിടക്കുന്നില്ല, ഞാൻ മുകളിലത്തെ ഗസ്റ്റ് റൂമിൽ കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണജി ബബിതയെ ചോദിക്കുകയാണ്, അച്ഛൻ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്, അച്ഛൻ അവിടെ ഒറ്റയ്ക്കില്ല, ഇവിടെ ആകുമ്പോൾ അമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി വളരെയധികം ദേഷ്യത്തിൽ വരികയാണ്. ബാലചന്ദ്രൻ എന്തൊക്കെയാണ് പറയുന്നത്, ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് നമ്മുടെ ബെഡ്റൂം അല്ല, ഇനി മുതൽ നിൻ്റെ ബെഡ്റൂമാണ് എന്ന് പറയുകയാണ്. അതെന്താ ഇപ്പോൾ അങ്ങനെയാണ്, ഇനി മുതൽ അങ്ങനെയാണ്, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ഇതിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. ഇത് ഞാൻ പൈസ കൊടുത്ത് കെട്ടിയ വീടാണ്, ഞാൻ നിൻ്റെ തറവാട്ടിൽ നിന്ന് ഒരു പൈസ പോലും ഗിഫ്റ്റായിട്ട് സ്ത്രീധനമായിട്ട് വാങ്ങിച്ചിട്ടില്ല, ഈ വീട്ടിൻ്റെ ഓരോ മൂക്കിലും മൂലയിലെല്ലാം എൻ്റെ പണമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്, അപ്പോൾ ഇവിടെ ആരൊക്കെ എവിടെയൊക്കെ കിടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, ഇനി മുതൽ എൻ്റെ തീരുമാനങ്ങളെ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് ബബിതയുടെ കൂടെ പറയുകയാണ്, ആ റൂമിൽ എൻ്റേതായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം മുകളിലത്തെ റൂമിൽ കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. ഈ സമയം അലീന മുത്തശ്ശിയോട് ചെന്ന് പറയുകയാണ്, മുത്തശ്ശി ബാലചന്ദ്രൻ സാർ വന്നിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് വളരെ സന്തോഷമാണ്, ആ വന്നോ മോളെ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുകയാണ്. ഇനിയെങ്കിലും അവളൊരു ചേക്ക കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അത് മുത്തശ്ശി എന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ അലീന പറയുകയാണ്. എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം, എത്രയും നാളുകൊണ്ട് ഞാൻ പറയുകയാണ്, അവളൊന്നും മനസ്സിലാക്കത്തില്ല, ഇതിപ്പോൾ നീ നോക്കിക്കോ, ഇവിടെ നിന്ന് ഇത് അവസാനിച്ചു അവിടെ നിന്ന് തന്നെ അവൾ തുടങ്ങും. അതായത് ബാലചന്ദ്രൻ കോയമ്പത്തൂർ ആരോടും പറയാതെ ടൂറിന് പോയില്ല,
അവിടെ വെച്ച് തന്നെ അവളിത് സ്റ്റാർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ നീ നോക്കിക്കുമെന്ന് മുത്തശ്ശി പറയുകയാണ്. അവൾ ഒരു കാലവും നന്നാവില്ലെന്നൊക്കെ പറയുകയാണ്. മുത്തശ്ശി എന്നോട് മാഡം പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞിട്ട് ഇന്ന് തന്നെ ഇറങ്ങുകയാണ്. നിനക്ക് ഒരാഴ്ച കൂടി പിടിച്ച് നിന്നൂടെ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. നീ പോയി കഴിഞ്ഞാൽ എൻ്റെയും ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? അപ്പോൾ വൈജ ബാങ്കിൽ പോകും, കുട്ടികൾ സ്കൂളിലും പോകും, പിന്നെ ആരാണ് ഇവിടെ ഉള്ളത്? അത് എനിക്ക് പകരം വേറെ ആരെങ്കിലും ഹോം നേഴ്സ് വരുമെന്നൊക്കെ അലീന പറഞ്ഞ് മുത്തശ്ശി സമാധാനിപ്പിക്കുകയാണ്. എനിക്ക് എന്തായാലും പോകണം മുത്തശ്ശി, അതിലൊരു മാറ്റവും ഇല്ലെന്ന് അലീന പറയുകയാണ്. ബാലചന്ദ്രൻ വൈജിയോട് അവിടെ ഹാളിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതായത് താൻ ആ മുറിയിൽ കിടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അലീനയും കേൾക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ കൃഷ്ണനെ പിടിച്ചുകൊണ്ട് പതുക്കെ സ്റ്റെയർ കയറി മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയം അവിടെ അലീന വരികയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് അലീന അന്തം വിട്ട് നിൽക്കുകയാണ്. സാറ് ഇനിയും പ്രശ്നങ്ങളൊക്കെ തുടങ്ങുമോ എന്നുള്ള ചിന്തയിൽ. പക്ഷേ വൈജയന്തി വളരെയധികം വിഷമത്തിൽ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ എന്ത് പറ്റി, ഇതുവരെ ഇങ്ങനെ ഒരു മുഖം കണ്ടിട്ടില്ല, എന്താണാവോ ഇതിന് കാരണം എന്നുള്ള ചിന്തയിൽ വൈജയന്തി വളരെയധികം വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഗസ്റ്റ് റൂം തുറന്ന് അകത്തോട്ട് വന്നപ്പോൾ ബാലചന്ദ്രൻ ഒരു സന്തോഷം തോന്നുകയാണ്. അപ്പോൾ കൃഷ്ണച്ച പറയുകയാണ്, അച്ഛൻ മണ്ടത്തരമല്ലേ കാണിച്ചത്? അപ്പോൾ മുകളിൽ നിന്ന് ഇനി ഫുഡ് കഴിക്കാനൊക്കെ സ്റ്റെയർ ഇറങ്ങി അച്ഛൻ 3 നേരം വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനല്ലേ ഇവിടെ ഹോം നേഴ്സ് ഉള്ളത്? അലീനേച്ചിയാണ് ഉദ്ദേശിച്ചത്. അലീനേച്ചി ഇന്ന് പോകാനായിട്ട് ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെയുള്ള കാര്യമില്ല, അതൊക്കെ പിന്നെ നോക്കാമെന്ന് പറയും. പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോളിംഗ് ബെല്ല് വെക്കും, അതൊന്ന് ഞെക്കിയാൽ മതിയല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ ആശുപത്രി കിടന്നതിന് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് എല്ലാ കാര്യങ്ങളും ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് വേണം ചെയ്യേണ്ടതെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ മോളൊരു കാര്യം ചെയ്യുക, അവിടെ വൈജയുടെ മുറിയിലുള്ള എൻ്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക, അതായത് ഓഫീസിലുള്ള ഡോക്യുമെൻറ്റ്സ്, പിന്നെ എൻ്റെ ഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുവരൂ, ബബിതയെ കൂടി വിളിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് കൃഷ്ണച്ച പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പല പല കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബമാണ്, അതെല്ലാം എത്ര പെട്ടെന്ന് ചിന്ന ഭിന്നമായല്ലോ, എല്ലാത്തിനും കാരണം വൈജിയാണ് എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്